നമസ്കാരം. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്കായി വിദ്യാ അക്കാദമി ആരംഭിച്ച ഓൺലൈൻ ക്ലാസ് ഏവർക്കും പ്രയോജനകരമാകുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രക്ഷകർത്താക്കളുടെ ഏറെ നാളായുള്ള ആവശ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മുടെ പ്രമുഖ അധ്യാപകൻ രഞ്ജിത്ത് സാർ ഇന്നു മുതൽ നിങ്ങൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു തുടങ്ങുകയാണ്. അതിൻ്റെ കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനകരമാകുമെന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളെ ഏവരെയും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്ഥാപനം നൽകി വരുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷ് ഗ്രാമറാണ്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസ് ആണ് നമ്മൾ പഠിച്ചത്. അതിനോടൊപ്പം തന്നെ കുറച്ച് അസൈൻമെന്റ് തന്നിരുന്നു. അത് നിങ്ങൾ ചെയ്തു, കുറച്ചു പേരൊക്കെ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി കാലത്ത് ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയുള്ള പഠനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചത്. തീർച്ചയായിട്ടും ആദ്യത്തെ ക്ലാസ്സുകളുടെ ഫലം വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കാണുകയും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ വിപുലമായിട്ടുള്ള, കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഗ്രാമർ ക്ലാസ്സുകളുടെ തുടക്കം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് രഞ്ജിത്ത് ആർക്കെ. ഞാൻ ഈ സ്ഥാപനത്തിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഗ്രാമർ ആണ് നമ്മൾ വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ ആദ്യം ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. കാരണം ഇംഗ്ലീഷിന്റെ ബേസ് അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ്. എന്റെ ചോദ്യം, ഹൗ മെനി ഓഫ് യു നോ ഹൗ ടു സ്പീക്ക് ദിസ് ലാംഗ്വേജ് ഇംഗ്ലീഷ്? എന്റെ ചോദ്യം ഇതാണ്, എത്ര പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം? പലരും പറയും ഇംഗ്ലീഷ് അറിയാം, വി നോ ദിസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നൊക്കെ പലരും പറയും. പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് അറിയത്തില്ല. ഇത് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര പുച്ഛത്തോടാ പറയുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ക്ലാസ് എടുത്തപ്പോൾ, ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള മലയാളം മീഡിയം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തപ്പോൾ അതിന്റെ താഴെ വന്ന ഒരു കമന്റ് എനിക്ക് വളരെ രസകരമായി തോന്നി. ഇത് അമേരിക്കയല്ല, കേരളമാണ് എന്നാണ് ആ കമന്റ് കൊടുത്തിരുന്നത്. ഒരേ സമയം രസകരവുമാണ്, അതേപോലെ തന്നെ വിഷമവും തോന്നിക്കും. കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലെ 10 വരെയുള്ള മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്താൽ മനസ്സിലാകില്ല എന്നൊരു അബദ്ധധാരണ എല്ലാവർക്കും ഉണ്ട്. സ്റ്റാൻഡേർഡ് കൂടിപ്പോയി അല്ലെങ്കിൽ അധ്യാപകൻ ഒരു ഷോ ഓഫ് ആണെന്നൊക്കെ പലരും പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴും പുച്ഛത്തോടെയാണ് പലരും കാണാറുള്ളത്. ഇപ്പൊ കമ്പ്യൂട്ടർ അറിയാത്ത ഒരാള്, അത് ഉപയോഗിക്കാൻ അറിയാത്ത ഒരാള്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാള്, വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത ഒരാള് പലപ്പോഴും അതിനെ കാണുന്നത് പുച്ഛത്തോടെ കാണും. അതിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കും. അതില്ലാതെ നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ കാര്യവും പലപ്പോഴും അതുപോലെയാണ് സംഭവിക്കുന്നത്. ഒരു ഡിഗ്രി തലം വരെ ഞാനും ഈ അഭിപ്രായക്കാരനായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തിനാണ്? മലയാളികൾ, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കളിയാക്കാനാണ് ശ്രമിക്കാറുള്ളത്. അവരെ ജാടയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനാണ് ശ്രമിക്കാറുള്ളത്. സോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ നമ്മൾ വേൾഡ് ലാംഗ്വേജ്, ഗ്ലോബൽ ലാംഗ്വേജ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രയോഗമുണ്ട്, ഇംഗ്ലീഷ് ഈസ് ദ ക്യൂൻ ഓഫ് ഓൾ ദ ലാംഗ്വേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള എല്ലാ ഭാഷകളും രാജാവാണെങ്കിൽ അവർക്കൊരൊറ്റ രാജ്ഞിയേ ഉള്ളൂ. അതാരാ? ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? അതിന്റെ കാരണം, ലോകത്തിൽ എവിടെ ചെന്നാലും ഏത് ഭാഷ സംസാരിക്കുന്ന ഒരാളാണെങ്കിലും, അവരുടെ രാജ്യത്ത് അവരുടെ സ്ഥലത്ത് ഏത് ഭാഷ സംസാരിക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് ഒരു ഭാഷയും കൂടെ അറിയാമെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് VIP ലാംഗ്വേജ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇംഗ്ലീഷ് VIP ലാംഗ്വേജ് അല്ല. കാരണം VIP ലാംഗ്വേജസ് എന്ന് പറയുന്ന റൊമാൻസ് ലാംഗ്വേജസ് 5 എണ്ണം ഉണ്ട്. ഫ്രാൻസ്, പോർച്ചുഗീസ്, റുമേനിയൻ, ലാറ്റിൻ, ഇറ്റാലിയൻ, ഫ്രാൻസ്,
ഫ്രഞ്ച്, പോർച്ചുഗീസ്, റുമേനിയൻ, ലാറ്റിൻ, ഇങ്ങനെ തുടങ്ങുന്ന 5 എണ്ണം ഉണ്ട്. ഇവയാണ് റൊമാൻസ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. VIP ലാംഗ്വേജസ്. അത്ര VIP ഭാഷയൊന്നും അല്ല. ഒരു കാലത്ത് ഇംഗ്ലണ്ട് ഫ്രഞ്ച് ആക്രമിച്ച് കീഴടക്കിയിരുന്ന സമയത്ത് ഫ്രഞ്ച് മാസ്റ്റർ ലാംഗ്വേജും ഇംഗ്ലീഷ് സ്ലേവ് ലാംഗ്വേജുമായിരുന്നു. അങ്ങനെയുള്ള വാക്കുകളും സാധാരണ വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകളും പിന്നെ റോയൽ, റീഗൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ, അത് എങ്ങനെയുള്ള വാക്കുകളാണ്? ഫ്രഞ്ച് വേർഡ്സുമാണ്. ഇപ്പോഴും അത് തന്നെ. റീഗൽ, റോയൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഫ്രഞ്ചിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണ്. ഇംഗ്ലീഷ് വാക്കുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സെർവ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഇംഗ്ലീഷിൽ വരുന്നത്. കാരണം സാധാരണക്കാരന്റെ ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. അതുകൊണ്ട് അതൊരു VIP ലാംഗ്വേജ് ഒന്നുമല്ല. പിന്നെ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എവിടെ പോയാലും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ്നെസ് ഉണ്ട്. അത് നമ്മൾ ആവശ്യമുള്ളിടത്ത് ഉപയോഗിച്ചാൽ മതി. എല്ലായിടത്തും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. സോ ഹൗ ടു സ്പീക്ക് ദിസ് ലാംഗ്വേജ്? എങ്ങനെ നമുക്ക് ഈ ലാംഗ്വേജ് കരസ്ഥമാക്കാം? എങ്ങനെ നമുക്ക് ഈ ലാംഗ്വേജ് സംസാരിക്കാം? ഞാൻ നിങ്ങൾക്ക് ഇന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന ഭാഗത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പോവുക. പലർക്കും അറിയാവുന്നതും അറിയാൻ വയ്യാത്തതുമായ കുറച്ച് കാര്യവും കുറച്ച് ടിപ്സും പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ ഒരു സാധാരണ ക്ലാസ് കാണുന്നത് പോലെ കണ്ടാൽ മതി. ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഒരുപാട് എഫർട്ട് എടുത്തൊന്നും ഇത് പഠിക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഒന്നാമത്തെ കാര്യം, ഒരു ഭാഷ നമ്മൾ എങ്ങനെ പഠിക്കും? ഒരു ഭാഷ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പം മെത്തേഡ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്പീക്ക് എ ലാംഗ്വേജ്? വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ലേൺ എ ലാംഗ്വേജ്? ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് അറിയാമോ? സിമ്പിൾ. ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്പീക്ക് എ ലാംഗ്വേജ് ഈസ് ടു സ്പീക്ക് ഇറ്റ്. ഏറ്റവും നല്ല മാർഗം, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനും പോകണ്ട, ഒരു തരത്തിലുള്ള എഴുതി പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് സ്പീക്ക് ഇറ്റ്. അതങ്ങ് സംസാരിച്ചാൽ മതി. അങ്ങനെയാണ് നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ. അല്ലാതെ നമ്മളത് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവര്, അതിന്റെ അർത്ഥം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ, ദേ ഡിഡ്ന്റ് യൂസ് ഇറ്റ് പ്രോപ്പർലി, ദേ ഹാവിന്റ് യൂസ്ഡ് ഇറ്റ് പ്രോപ്പർലി. അത് കറക്റ്റ് ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഇതുവരെ അവസരം കിട്ടിയിട്ട് പോലും. ഡിഗ്രി തലം വരെ ഞാൻ ഇതുപോലെയായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒരു ഷൈനസ്, ഒരു ഇൻഹിബിഷൻസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്നവർക്ക്, ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക്, സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ ചില ഇൻഹിബിഷൻസ് ഉണ്ട്. CBSE സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കുട്ടിക്കാലത്തെ കുറച്ച് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവർക്ക് സംസാരിച്ച് അവർ തന്നെ സ്വയം അത് പ്രാപ്തരാകാറുണ്ട്. എന്നാൽ നാട്ടിൻപുറത്ത്, പ്രത്യേകിച്ച് നാട്ടിൻപുറത്ത് പഠിച്ചു വളരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും പലയിടത്തും നാണം കെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ഭാഷ അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്ക്. ഞാൻ എന്റെ അനുഭവം, ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാം. നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ സിമ്പിൾ ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കാം. ഓക്കെ. ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ ഡിഗ്രി വിത്ത് 60% മാർക്ക്, I could not use this language or learn this language properly. But നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ഡിഗ്രി കഴിഞ്ഞിട്ടും എനിക്ക് ഈ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ 60% മാർക്ക് മേടിച്ചിട്ടും, BA ഇംഗ്ലീഷ് പഠിച്ച് 60% മാർക്ക് മേടിച്ച് B.Ed കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും എനിക്ക് ഈ ഭാഷ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. Then I went to Sri Buddha Center School for an interview, an English teacher. Sri Buddha Center School, you know, Idakulangara, Sri Buddha Center School. I reached there. 4 persons interviewed me. The chairman, the secretary of the school, the principal, and one English teacher. They asked me, it was my first interview, they asked me questions in English. I didn't expect that. I went there for the vacancy of an English teacher, but I didn't expect that they asked me full English questions. Unfortunately, I couldn't speak a single sentence or single word in English. What is to say, it was raining outside and I was sitting inside. They asked me so many questions. I was shivering. I became a laughing stock, parihasavatam.
finally, the chairman of the school, Dr. Professor Shashikumar sir, he asked me, Mr. Ranjit, he asked me a question, Mr. Ranjit, why can't you speak this language, English? You are an English teacher. If you don't speak this language fluently, you cannot say that you are an English teacher. What happened? You passed your degree and B.Ed with 60% mark, then why can't you use this language properly or fluently? Then I said, sir, I haven't used it properly. I got a lot of opportunity. Malayalam, I said, I got a lot of opportunity, but I didn't use it. Then he said, Mr. Ranjit, you are an English teacher, you must speak this language properly. And he gave me some tips. Finally, I departed. I was broken hearted. I left the place and I was thinking about my career as an English teacher. Without learning this language, I cannot say myself that I am an English teacher. I reached to my home. My father, can you follow me? Can you follow me? You can. You can. My father asked me, how was the interview? I said, it was super. It was super. I didn't want to disappoint my father. Then I was thinking about my career as an English teacher. I want to learn this language. Evening, I got a call from Sri Buddha Center School. The secretary of the Sri Buddha Center School called me. He said, my dear Ranjit, you are selected. I was in a dilemma. I was totally confused. Why they selected me? അവരെന്തിനാ എന്നെ സെലക്ട് ചെയ്യുക? ഒന്നിൽ അവർക്ക് എന്തോ അബദ്ധം പറ്റിയത്, അല്ലെങ്കിൽ അവർക്ക് ആളെ കിട്ടി കാണത്തില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചു. But I went in the campus. I still remember it was a June 1st and I went in the campus. There was a rule inside the campus. You must speak only in English, communicate with the students inside the class and with the principal, teachers and everyone. You have to speak only in English. For everyone it was a compulsion, but for me it was an opportunity. I took it's an opportunity. I didn't feel like that it is a compulsion. I started speaking this language because I wanted to learn this language. I started speaking this language. I communicated with my students in English. I made a lot of mistakes. They laughed at me when I made a mistake. They laughed at me. But I didn't care because I wanted to be a master in this language. 6 months time, what is to say 6 months time, I started speaking this language. Even now, I cannot claim that I am a good communicator in English, but I can communicate. That is the thing. If anybody asks me anything in English, I can communicate because I am an English teacher. I got a lot of opportunity now. But the reason is 6 months time, I started speaking this language, English. I started speaking this language. I communicated with my principal, even our chairman, Shashikumar sir. Then he said, Mr. Ranjit, you improved a lot. I said, it was because of you. You gave me an opportunity and I learned it. Then I realized one thing, what it is. ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ഒരിടത്തും ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞ് ഞാനും എടുക്കാറുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ അവർക്ക് അതിന്റെ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യാറ്. പക്ഷേ ഇരുത്തി നമ്മളെ 3 മാസം കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. ലേണിംഗ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ലേണർ ഈസ് റെഡി ടു ലേൺ. ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഇത് കറക്റ്റ് ആണ്. നമ്മൾ തന്നെ വിചാരിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ചെടുത്ത്. നമ്മൾ മലയാളം പഠിച്ചെടുത്തത് അങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്പീക്ക് എ ലാംഗ്വേജ് ഈസ് ടു സ്പീക്ക് ഇറ്റ്. മറന്നു പോകരുത്. ഫസ്റ്റ് പോയിന്റ്. ഇന്ന് ഞാൻ നിങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ പോയിന്റ്, ഒരു ഭാഷ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ടു സ്പീക്ക് ഇറ്റ്. ഓക്കെ. പിന്നെ ചിലർ പറയും ഒരു ഭാഷ സംസാരിക്കണമെങ്കിൽ വൊക്കാബുലറി ഡെയിലി ഒരു 10 ഇംഗ്ലീഷ് വാക്ക് വെച്ച് പഠിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ശരിയാണോ പറയുന്നത്? ശരിയാണോ? ഈസ് ഇറ്റ് കറക്റ്റ്? ഒരു ലാംഗ്വേജിന്റെ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചെടുത്താൽ ആ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുമെന്നല്ലാതെ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അതിനി ആര് പറഞ്ഞാലും തെറ്റാ. ലാംഗ്വേജ് സംസാരിക്കാൻ പഠിച്ചതിന് ശേഷം പുതിയ പുതിയ വാക്കുകൾ പഠിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവ് തരാം. ഹൗ ഡിഡ് യു ലേൺ ദ ലാംഗ്വേജ് മലയാളം?
വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലേണിംഗ് ദ ലാംഗ്വേജ് മലയാളം? മൈ ക്വസ്റ്റ്യൻ. എപ്പോഴാണ് നിങ്ങൾ മലയാളം എന്ന് പറയുന്ന ഭാഷ സംസാരിക്കാൻ തുടങ്ങിയത്? അറ്റ് ദ ഏജ് ഓഫ് 3, അറ്റ് ദ ഏജ് ഓഫ് 5, അറ്റ് ദ ഏജ് ഓഫ് 10, വെൻ യു സ്റ്റാർട്ടഡ് യുവർ സ്കൂൾ? ആണോ? അല്ല. പല പല ഉത്തരങ്ങൾ വരും. നിങ്ങളെല്ലാം ഇപ്പോഴും ആലോചിക്കുക, എന്നാ ഞാൻ മലയാളം സംസാരിച്ചു തുടങ്ങിയത്? I can say that you started learning the language Malayalam at the time of your birth. You started speaking the language Malayalam at the time of your birth. Am I right? Look at the baby, how he learned a language. ഒരു കൊച്ചിന്റെ മുഖത്ത് നോക്കിയാൽ മതി. ആ കൊച്ചു പിന്നെ ജനിച്ചു വരുന്ന ഒരു കുട്ടി കുറച്ച് സമയം കഴിയുമ്പോൾ അത് സംസാരിച്ചു തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അതിനോട് സംസാരിക്കുമ്പോൾ ഹി ലിസൺസ്. അവൻ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും എന്ന് പറയാം? നമ്മുടെ ലിപ്സ് മൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ സൗണ്ടുകൾ കേട്ടിട്ട് നമ്മൾ അന്നേരം എന്ത് ചെയ്യും? നമ്മൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഇമിറ്റേഷൻ, ആ കുട്ടി അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഇമിറ്റേഷൻ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. നമ്മൾ അന്നേരം പറയും അമ്മയെന്ന് വിളിച്ചെന്നൊക്കെ പറയും. കൊച്ചു ചിലപ്പോൾ തള്ളയ്ക്ക് വിളിച്ചതായിരിക്കും. എന്തൊക്കെയായാലും കൊച്ചു ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ ശ്രമിക്കും. അതാണ് സംഭവം. അല്ലാതെ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ പഠിക്കും. നോബഡി ക്യാൻ ക്ലെയിം ദാറ്റ് they taught you this language മലയാളം. ഈ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ മലയാളം പഠിപ്പിച്ചത് അവരാണെന്ന്. കാരണം നിങ്ങളൊക്കെ ആദ്യമായിട്ട് അക്ഷരം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അത് ആലോചിക്കണം. നിങ്ങൾ അക്ഷരം പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ ആശാൻ പള്ളിക്കൂടത്തിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിലോട്ടോ അംഗനവാടികളിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മലയാളത്തിൽ മാസ്റ്റർ ആയിരുന്നു. ആമേ റൈറ്റ്? ആമേ റൈറ്റ്? ആന്ന്. നിങ്ങൾ നല്ല സുന്ദരമായിട്ട് മലയാളം സംസാരിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ സ്കൂളിൽ കൊണ്ടുവിടണ്ട, എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിങ്ങൾ നല്ല സുന്ദരമായിട്ട് മലയാളം സംസാരിച്ച് വീട്ടുകാരെ ചീത്തയും വിളിച്ചിട്ടാണ് എവിടെ പോകുന്നത്? മലയാളം പഠിക്കാൻ പോകുന്നത്. സീതായറിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വിരോധാഭാസം. നമ്മളെ ഭാഷ ആരും പഠിപ്പിച്ചില്ല. നമ്മൾ പഠിക്കാൻ പോയത് റൈറ്റിങ്ങും റീഡിങ്ങും നമ്മൾ പഠിക്കാൻ പോയത്. സ്പീക്കിംഗ് ലിസണിങ് നമുക്കറിയാം, കേട്ടാൽ മനസ്സിലാവും, മറുപടി കൊടുക്കാൻ നമുക്ക് അറിയാമായിരുന്നു. സോ ഇതാണ് ആവശ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഒരാളുടെ ജനനം മുതലേ ഹി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ദിസ് ലാംഗ്വേജ്. അയാളുടെ മാതൃഭാഷ സംസാരിച്ചു തുടങ്ങി. സോ ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ലേണിംഗ്, ദ സെക്കൻഡ് പോയിന്റ്, ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ലേണിംഗ് എ ലാംഗ്വേജ് ഇസ് ചൈൽഡ്ഹുഡ്. ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല പ്രായം ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലമാണ്. നോ ഇന്റലിജൻസ് ഇസ് നീഡഡ്, നോ മെമ്മറി ഇസ് നീഡഡ് എനിത്തിങ്. ഒരു കുട്ടിക്ക് എന്തോ മെമ്മറി ഉണ്ട്, എന്തോ ഇന്റലിജൻസ് ഉണ്ട്, പക്ഷെ അവൻ ഭാഷ സംസാരിക്കും. അവനെ മാത്സും ഗ്രാമറും ഒക്കെ പഠിപ്പിക്കാൻ പാടാം. അതിന് കുറച്ചും കൂടെ ഇന്റലിജൻസ് വേണം. സയൻസ് പഠിപ്പിക്കാൻ പാടാം, ഇന്റലിജൻസ് വേണം. എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ പാടാം, ഇന്റലിജൻസും മെമ്മറിയും വേണം. പക്ഷെ ഭാഷ സംസാരിക്കാൻ ഇന്റലിജൻസും മെമ്മറിയും വേണ്ട. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നല്ല ബുദ്ധിയുള്ളവരായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഏറ്റവും വലിയ തെറ്റ്. ആണോ അല്ലയോ? ആന്ന്. തെളിയിക്കപ്പെടുക. ഭാഷ സംസാരിക്കാൻ ഇന്റലിജൻസ് വേണ്ട, മെമ്മറി വേണ്ട. എന്തുമാത്രം മതി? ജസ്റ്റ് ഇമിറ്റേഷൻ, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന ആ പ്രോസസ് മാത്രം അവിടെ നടന്നാൽ മതി. ഫസ്റ്റ് ലിസണിങ്, ദെൻ സ്പീക്കിംഗ്. സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു ഭാഷ പഠിക്കുന്നത് ജനിക്കുന്നതിന് മുമ്പേ ഭാഷ പഠിക്കുന്നതിന്റെ ബിഫോർ ദ ടൈം ഓഫ് ഹിസ് ബർത്ത്. ചില കുട്ടികൾ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കാറുണ്ടെന്ന് സയൻസ് വരെ പറയുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അഭിമന്യുവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? സുഭദ്രയുടെ വയറ്റിൽ ഗർഭമായിട്ടിരുന്ന സമയത്ത് അഭിമന്യു, അർജുനന്റെ മകൻ, സുഭദ്രയുടെ മടിയിൽ കിടക്കുന്ന സമയത്ത് സുഭദ്ര ഗർഭവതിയായിരുന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പത്മവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെയാണെന്ന് സുഭദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനൻ ഉറങ്ങിപ്പോവും. ആരോ മൂളുന്നുണ്ട്. ആ കഥ നിങ്ങൾക്കറിയാം. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ മൂളുന്നത് അർജുനനല്ല, പിന്നെ ആരാ? അകത്ത് കിടക്കുന്ന ആളാ. അയാളുടെ പേര് അർജുനൻ. സോ ജനിക്കുന്നതിന് മുമ്പേ ഒരാൾ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നർത്ഥം. കയാതുവിന്റെ കഥ ഏറ്റവും നല്ലത്. നിങ്ങൾ ഹിരണ്യകശിപു എന്ന് പറയുന്ന രാക്ഷസന്റെ ഭാര്യയാണ് കയാതു ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത്, അതാ കുട്ടികളുടെ സ്വഭാവ വികാസങ്ങളും ലാംഗ്വേജും ഒക്കെ കുട്ടിക്കാലത്തെ, അതായത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ആരംഭിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആ കയാതു. ഹിരണ്യകശിപുവിന്റെ ഭാര്യ. ഹിരണ്യകശിപു രാക്ഷസന്. സകല ക്ഷേത്രങ്ങളും തകർത്ത് അവിടെ ആരും മഹാവിഷ്ണുവിന്റെ നാമം ഉച്ചരിക്കരുതെന്നും പറഞ്ഞ് എല്ലാരെയും കൊല വിളിച്ച് നടക്കുന്ന രാക്ഷസന്റെ ഭാര്യ കയാതുവും ഒരു രാക്ഷസ സ്ത്രീയാണ്. പക്ഷേ കയാതു ഗർഭവതിയായിട്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ റെയ്ഡ് ചെയ്യും അവരുടെ കൊട്ടാരം. അപ്പൊ ശത്രുക്കൾ അവരെ ഇട്ട് ഉപദ്രവിക്കും. ഹിരണ്യകശിപു ഇല്ലാത്ത സമയത്ത് ആ സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ നാരദൻ, എല്ലായിടത്തും വിളിക്കാതെ വരുന്ന ആളല്ലയോ നാരദൻ വന്നിട്ട് അവരെ വഴുക്ക് പറഞ്ഞ് ഓടിക്കും. ആണുങ്ങളില്ലാത്ത വീട്ടിൽ പെണ്ണുങ്ങളോട് പരാക്രമം കാണിക്കുന്നു, ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയും. അപ്പൊ അവര് നാണം കെട്ടിയിട്ടിട്ട് പോകും. ഇങ്ങനെ ഇത്രയും വലിയ ചീത്തയൊക്കെ വിളിച്ചല്ലോ എന്ന് വിചാരിച്ച്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ സ്ത്രീയെ അവൾ ഉപേക്ഷിച്ചു പോയാൽ ഇനിയും ശത്രുക്കൾ വരുമെന്ന് പേടിച്ച് നാരദൻ വിളിച്ച് എവിടെ കൊണ്ടുപോകും? ആശ്രമത്തിൽ കൊണ്ടുപോയി പരിചരിക്കും, പ്രസവ ശുശ്രൂഷ കൊടുക്കും.
ആശ്രമം നല്ലൊരു അറ്റ്മോസ്ഫിയറാ, അവിടെ എപ്പോഴും ഈശ്വരനാമം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇവര് ശിഷ്യന്മാരുടെ കൂടെ കൊണ്ടിരുത്തി നാരായണ നാമം പഠിപ്പിക്കും. പക്ഷെ ഇവര് രാക്ഷസ സ്ത്രീയാണ്ട് ഇവർക്ക് താല്പര്യമില്ല. പക്ഷെ അകത്ത് കിടക്കുന്ന ആ പുത്രൻ അല്ലെങ്കിൽ ആ കുഞ്ഞ് അതെല്ലാം കേട്ടുപഠിക്കും. നിങ്ങൾക്ക് ആ കഥ അറിയാം. ഏറ്റവും നല്ല എക്സാമ്പിൾ ആ സ്വഭാവ രൂപീകരണവും ലാംഗ്വേജും ഒരാളുടെ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഗർഭവതിയായിരിക്കുന്ന സ്ത്രീകൾ നല്ല കാര്യങ്ങൾ കേൾക്കണം, അടിയിടി വെട്ട് കുത്ത് ഇതൊന്നും കാണരുത്, അങ്ങനെയുള്ള സിനിമകൾ കാണരുതെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാം കേട്ട് പഠിക്കും. ജനിച്ചിട്ട് വരുമ്പോ എന്തോ അത് രാക്ഷസന്റെ മകനാണോ എന്ന് സംശയം. അവന്റെ പേര് പ്രഹ്ലാദൻ. അയാൾക്ക് തന്നെ സംശയം ഇത് എന്റെ മോനാണെന്നു. അവന്റെ പേര് പ്രഹ്ലാദൻ. അങ്ങനെ ഒരു കഥയുണ്ട്. അവൻ എപ്പോഴും നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ടിരിക്കും. അവന്റെ അച്ഛൻ ഹിരണ്യകശിപു, അയാൾക്ക് നാരായണനെ ഇഷ്ടമല്ല. പക്ഷെ അവനെ ടീച്ചിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ജെനറ്റിക്സ് ആയിട്ടുള്ള കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവും നമുക്ക് കിട്ടുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു കുട്ടി അവൻ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അവന്റെ ലേണിംഗ് ആരംഭിച്ചിരിക്കും. ലാംഗ്വേജ് ലേണിംഗിന്റെ കാര്യത്തിൽ ഇത് കറക്റ്റ് ആണ്. ദ ബെസ്റ്റ് ടൈം ടു ലേൺ എ ലാംഗ്വേജ് ഈസ് ചൈൽഡ്ഹുഡ്. നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ ഭാഷ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി നിങ്ങൾ താമസിക്കും തോറും നിങ്ങൾക്ക് ഒരിക്കലും ഈ ഭാഷ പഠിക്കാൻ പറ്റത്തില്ല. സോ കുട്ടിയായിട്ടിരിക്കുമ്പോൾ പഠിച്ച് അതുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ ഇതിന്റെ കമ്പൽഷൻ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷെ അത് നല്ലതാണ്. ആ കമ്പൽഷൻ അത് നമ്മൾ തന്നെ അങ്ങ് സ്വയം ഒരു എന്റെ കൂട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്താൽ യു ക്യാൻ സ്പീക്ക് ദിസ് ലാംഗ്വേജ് പ്രോപ്പർലി. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കണം. ഞാൻ 2 പോയിന്റ് ഇതുവരെ പറഞ്ഞു. ഒന്ന്, ദ ബെസ്റ്റ് ടൈം ടു സ്പീക്ക് എ ലാംഗ്വേജ് ഇസ് ചൈൽഡ്ഹുഡ്, ലേൺ എ ലാംഗ്വേജ് ഇസ് ചൈൽഡ്ഹുഡ്. സെക്കൻഡ് വൺ ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്പീക്ക് എ ലാംഗ്വേജ് ഇസ് ടു സ്പീക്ക് ഇറ്റ്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം കേട്ടോ, മെത്തേഡ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. മൂന്നാമത്തെ പോയിന്റ് LSRW. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റുന്നത്, പ്രത്യേകിച്ച് മലയാളീസ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. മദർ ടങ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിലോട്ട് ഞാൻ കടക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ആദ്യം ലിസണിങ്. നമ്മൾ എങ്ങനെയാ മലയാളം പഠിച്ചത്? മറ്റുള്ളവർ നമ്മളോട് കുട്ടിയായിട്ടിരുന്നപ്പോൾ സംസാരിച്ചു, നമുക്കതൊരു ടഫായിട്ട് തോന്നിയതില്ല. മലയാളം ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ അസ്. കാരണം നമുക്ക് ഓർമ്മ വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ ഭാഷയിൽ മാസ്റ്റർ ആയിരുന്നു. യു വെയർ എ മാസ്റ്റർ ഇൻ ദിസ് ലാംഗ്വേജ്, നോട്ട് യു, മീ ആൾസോ. ബട്ട് എങ്ങനെയാ പഠിച്ചത്? ലിസണിങ്, കേട്ടു, ലിസണിങ്, ഇമിറ്റേറ്റ് ചെയ്തു, ദെൻ സ്പീക്കിംഗ്. ആ ഇമിറ്റേഷൻ, സ്പീക്കിംഗ്, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പം റീഡിങ്, അവസാനം റൈറ്റിംഗ്. ഇങ്ങനെ പഠിക്കണ്ടേ. മെത്തേഡ് കേട്ടോ, ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്പീക്ക് എ ലാംഗ്വേജ് ഈസ് എന്താണ്? LSRW. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അതുകൊണ്ട് നമ്മൾ മലയാളം പഠിച്ചു. ഇങ്ങനെ പഠിച്ചാൽ, സംസാരിച്ച് പഠിച്ചതിന് ശേഷമേ ഒരു ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കാവുള്ളൂ. നമുക്ക് അവിടെ ഏറ്റവും വലിയ തെറ്റുപറ്റി. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ തെറ്റുപറ്റിയത് അവിടെ. നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷ് പഠിച്ചത്? ആദ്യം പഠിച്ചത് എഴുതി, പിന്നെ വായിച്ച് ആദ്യം റൈറ്റിംഗ്, പിന്നെ റീഡിങ്, പിന്നെ ലിസണിങ്, പിന്നെ സ്പീക്കിംഗ്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആ തലതിരിച്ച് പഠിച്ചാൽ ആർക്കെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സംസാരിക്കണം. കോവളത്ത് കപ്പലണ്ടി വിൽക്കുന്ന സ്ത്രീകൾ ഇംഗ്ലീഷ് സംസാരിക്കും. അവർക്ക് പക്ഷെ ഇംഗ്ലീഷ് പത്രം എടുത്തു കൊടുത്തിട്ട് വായിക്കാൻ പറഞ്ഞാൽ അവർ വായിക്കില്ല. അവർ തലതിരിച്ചു വെച്ചോണ്ടിരിക്കുക എന്തോ ചോദിക്കും. ശരിയല്ലേ? അവരെന്തുവാ സംസാരിക്കുന്നത്? അവർ കേട്ടു പഠിച്ച അവരുടെ ഉപജീവന മാർഗത്തിന് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് അവർ സംസാരിക്കും. അവർക്കറിയാം, ചില ഗൈഡുകൾ, വിദ്യാഭ്യാസമില്ലാത്ത ഗൈഡുകൾ, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് നമ്മളോട്. ചില ഡ്രൈവർമാർ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ട്? അവരത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ട്രൈഡ് ദിയർ ഓപ്പർച്യൂണിറ്റി. അവരുടെ ഓപ്പർച്യൂണിറ്റി അവർക്ക് അതുകൊണ്ട് ഉപജീവന മാർഗം ഉണ്ടായതുകൊണ്ട് അവർ ശ്രമിക്കുന്നു. നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാവരെയും കളിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു അവസരം വരുമ്പോൾ എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. ഒരു ഇന്റർവ്യൂ ചെല്ലുമ്പോൾ. പിന്നീട് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും നമ്മളത് ആവശ്യമെന്ന് വിചാരിച്ച് പഠിച്ചു. ഇപ്പോഴാണ് പറ്റിയ സമയം. ദ ബെസ്റ്റ് ടൈം ടു ലേൺ ദിസ് ലാംഗ്വേജ്. നിങ്ങളത് പഠിച്ചു തുടങ്ങും. നിങ്ങളത് തീർച്ചയായിട്ടും ഉപയോഗിച്ചു തുടങ്ങും. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സോ ഹൗ ക്യാൻ വി സ്പീക്ക്? നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ചൊക്കെ നമ്മുടെ സമയം കഴിഞ്ഞു, പക്ഷെ ഇനിയും നമുക്ക് അവസരമുണ്ട്. ഞാൻ പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്. നിങ്ങൾക്ക് ഇപ്പൊ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഇനി എന്ത് ചെയ്യണം? പത്രം വായിക്കുന്നതൊക്കെ നല്ലതാ. പത്രം വായിക്കുമ്പോൾ കുറച്ച് വാക്കുകളും കുറച്ച് സെന്റൻസുകളൊക്കെ കിട്ടും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, വിച്ച് ലാംഗ്വേജ് ഇസ് മോർ സിമ്പിൾ? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? മൈ ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ലാംഗ്വേജ് ഇസ് മോർ സിമ്പിൾ?
You may say Malayalam because it is our mother tongue. No, English is more simple. മലയാളം ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഷകളിൽ ഒരു ഭാഷയാണ് മലയാളം. നമുക്കത് എളുപ്പമായിട്ട് തോന്നുന്നത് നമ്മുടെ മദർ ടങ് ആണ്. അത് നമ്മൾ പഠിച്ച്, അതുവരെ നമ്മൾ പഠിച്ച്, പിന്നെ നമുക്ക് എന്താ ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷ് വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ ലാംഗ്വേജ് ഓർ സിംപിളസ്റ്റ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷും മലയാളത്തെക്കാൾ എളുപ്പം ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവരൊന്നും വലിയ ബുദ്ധിയുള്ളവരല്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെല്ലാം വലിയ ബുദ്ധിയുള്ളവരാണെന്നുള്ള നമ്മുടെ അബദ്ധധാരണ കളഞ്ഞരേ. ഇതൊരു പ്രാക്ടീസാ, ഇമിറ്റേഷനാ, അതിനപ്പുറത്ത് ഇതൊന്നുമില്ല. ഒരു ലാംഗ്വേജ് അങ്ങനെ ഇത് നമുക്കും പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇംഗ്ലണ്ടിലായിരുന്നു ജനിച്ചെങ്കിൽ നമ്മൾ സംസാരിച്ചേ. പണ്ട് ഏതോ ഒരു മന്ത്രി വിദേശത്ത് ഇംഗ്ലണ്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അയ്യോ, അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. നമ്മുടെ ആൾക്കാരെയൊക്കെ എടുത്ത് വെള്ളത്തിലിടാൻ തോന്നി. എന്താ കാര്യം? അവിടുത്തെ ഭിക്ഷക്കാർ വരെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അമ്മരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അവരുടെ മാതൃഭാഷയാണ്. ഇവിടെ എല്ലാവരും മലയാളം സംസാരിക്കുന്ന പോലെയുള്ള അവർക്ക് ഏത് ലാംഗ്വേജ് ആയാലും ഇത്രയും പാടേയുള്ളൂ. നമുക്കത് പഠിച്ചെടുക്കാൻ ഒരു പാടുമില്ല. ഭാഷ പഠിക്കാൻ ഒരു പാടുമില്ല. അതുകൊണ്ടാണ് ഗൾഫിൽ പോയിട്ട് വരുന്നവർ അറബ് സംസാരിക്കുന്നത്, നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വരുന്നവർ ഈസി ആയിട്ട് ഹിന്ദി സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കും അവരുടെ വിദ്യാഭ്യാസം കുറവായിരിക്കും, പക്ഷെ അവർ ആ ലാംഗ്വേജ് സംസാരിക്കും. കാരണം ഇതിന് മെമ്മറി, ഇന്റലിജൻസ് ഇതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായി. ഓക്കെ, ഞാൻ ചോദിച്ചത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ ഏറ്റവും സിമ്പിൾ? ആൻസർ ഇംഗ്ലീഷ് ആണ് സിമ്പിൾ. തെളിവ് വേണം. ഹൗ മെനി ആൽഫബറ്റ്സ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്? 26 ലെറ്റേഴ്സ് അല്ലേ നമ്മൾ ആൽഫബറ്റ്സ് എന്ന് പറയും. മലയാളത്തിലോ 52 or 53 എന്നൊക്കെ പറയുന്നുണ്ട്. 52 അക്ഷരം, ഇരട്ടിയുണ്ട്. ഏത് ലാംഗ്വേജ് ആ സിമ്പിൾ? ഇംഗ്ലീഷ്, നോ ഡൗട്ട്. ഹൗ മെനി വേർഡ്സ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്? ഹൗ മെനി വേർഡ്സ് ആർ ദെയർ ഇൻ മലയാളം? മലയാളം ഡിക്ഷണറി, വാക്കുകളുടെ ഡിക്ഷണറി ഇത്രയുണ്ട് മലയാളം ഡിക്ഷണറി. ഇംഗ്ലീഷ് ഡിക്ഷണറി കണ്ടുണ്ടോ? ഹാവ് യു സീൻ ഇംഗ്ലീഷ് ഡിക്ഷണറി ദിസ് മച്ച്? എന്റെ അർത്ഥം എന്തുവാ? വാക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിനേക്കാൾ രസകരമായ കാര്യം, ഇംഗ്ലീഷിലെ ഡിക്ഷണറിയിലുള്ള എല്ലാ വാക്കുകളും ഇംഗ്ലീഷ് അല്ല. ബൈബിളിൽ നിന്ന് എടുത്ത വാക്കുണ്ട്, ഫ്രഞ്ചിനെടുത്തുണ്ട്, ലാറ്റിനെടുത്തുണ്ട്, ഗ്രീക്കിനെടുത്തുണ്ട് എന്ന് വേണ്ട. ഷേക്സ്പിയർ വരെ ഇംഗ്ലീഷിലേക്ക് സ്വന്തമായിട്ട് അതിനു മുമ്പ് ഈ ഭാഷ ഉണ്ടായിരുന്നു. ഈ വാക്കുകളൊക്കെ എൻറിച്ച് ചെയ്തത് ഈ ലാംഗ്വേജ്. സത്യം പറഞ്ഞാൽ ഒറിജിനൽ ഇംഗ്ലീഷ് വേർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. വളരെ കുറച്ചൊരു ബാലരമയുടെ കനവേ കാണത്തുള്ളൂ. അത് വെച്ച് ഇംഗ്ലീഷ് അതുപോലും വേണ്ട ഇംഗ്ലീഷ് സംസാരിക്കണം. എത്ര വേർഡ്സ് വേണം? ഹൗ മെനി വേർഡ്സ് യു നോ ഇൻ മലയാളം? എത്ര വാക്കുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ? നിങ്ങൾ പറയാം എനിക്ക് ഒത്തിരി വാക്കറിയാം. ഒന്നുമില്ല, നിങ്ങൾക്ക് 500 താഴെ വാക്കേ അറിയത്തുള്ളൂ മലയാളത്തിൽ. അത്രയും തന്നെ അറിയുമെന്ന് എനിക്ക് സംശയമാണ്. ആ 500 താഴെ വാക്കുകൊണ്ട് നമ്മൾ മലയാളത്തിൽ എന്തൊക്കെ കസർത്ത് നടക്കുന്നു. പെണ്ണുങ്ങളൊക്കെ കൊതിഞ്ഞുണയം പറയുന്നത് കേട്ടിട്ടുണ്ട്. 2.5 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ ഈ 500 വാക്കുകൊണ്ട് പറയുന്ന കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് വാക്ക് പഠിക്കുന്നതല്ല ലാംഗ്വേജ്, അത് ഇംപ്രൂവ് ചെയ്യും. നമുക്ക് നല്ല പ്രാസംഗികനാവാം, നല്ലതുപോലെ ഉപയോഗിക്കാം, അർത്ഥസ്പുഷ്ടമായിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ലാംഗ്വേജ് സംസാരിക്കാൻ ഇതൊന്നും വേണ്ട, ഒരുപാട് വാക്കുകളൊന്നും വേണ്ട. ഇംഗ്ലീഷിലെ വളരെ കുറച്ച് വാക്കുകൾ, ഈസ്, വാസ്, ഹാസ്, ഡസ്, ഹീ, ഷീ, യു, ദേ, കുറച്ച് വെർബുകൾ, ഇതൊക്കെ അങ്ങോട്ട് പഠിച്ച് ആരുടെയെങ്കിലും കൂടെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ പുതിയ പുതിയ കുറെ വാക്കുകളും സെന്റൻസുകളും കിട്ടും. ഇതാണ് ഇതിന്റെ ഏറ്റവും ബെറ്റർ മെത്തേഡ്. സ്പീക്ക് ഇറ്റ്, സംസാരിച്ചു തുടങ്ങും. അവസരം കിട്ടുമ്പോഴെല്ലാം സംസാരിക്കുക. കുട്ടിക്കാലത്ത് പഠിച്ചെടുത്താൽ പിന്നീടുള്ള നാണക്കേട് ഒഴിവാക്കാം. പലരും പറയും ഓ ഇംഗ്ലീഷ് സംസാരിക്കും, കൂട്ടുകാർ തന്നെ പറയും അവന് പറ്റാത്തോണ്ട് അവൻ പറയുന്നു. എടാ ഇത് പറയണ്ട, അവരെ കളിയാക്കാന്ന് പറയും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. ഒരാൾ കമന്റ് ഇട്ടതാ, ഇത് അമേരിക്ക അല്ല കേരളമാണെന്ന് പറഞ്ഞ് കമന്റ് ഇട്ട്. അയാളുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് മലയാളികളുടെ പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ നമ്മൾ നാണം കെടുന്നത്, നിങ്ങളെ ഈ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്നവരെല്ലാം നാളെ നിങ്ങൾ നാണം കെടുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? എപ്പോഴാ? നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ ചെല്ലുമ്പോൾ, ഒരു ജോലിക്ക് ചെല്ലുന്ന സമയത്തായിരിക്കും നിങ്ങൾ നാണം കിടന്നത്. അവിടെ നിങ്ങൾ ഇരുന്ന് വിയർക്കും. എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റും. പുറത്ത് മഴ പെയ്യുന്നു, നിങ്ങൾ അകത്തിരുന്ന് വിയർക്കുന്നു, AC-ക്കകത്തിരുന്ന് വിയർക്കുന്നു. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ അതിനു മുമ്പ് പ്രാപ്തരായിരിക്കണം. ഈ ലോകത്ത് നമുക്ക് ഇംഗ്ലീഷ് വേണം. ഇംഗ്ലീഷ് ഈസ് എ മസ്റ്റ്. ഓക്കെ, അത് സംസാരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതിന് എന്തൊക്കെ മാർഗം ഉപയോഗിക്കാം അതെല്ലാം മാർക്കണം. സിമ്പിൾ ആണ്. ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്പീക്ക് എ ലാംഗ്വേജ് ഈസ് ടു സ്പീക്ക് ഇറ്റ്. ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ ആയിട്ടും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചു. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞങ്ങ് പോയാൽ ഒരു പ്രയോജനം ഇല്ലാതായി പോകും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം. എനിക്കറിയാവുന്ന കുറച്ച് ഇംഗ്ലീഷ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഗ്രാമർ നമ്മൾ പഠിച്ചതാ, സെന്റൻസ് പഠിച്ചു. സെന്റൻസ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു 4: ഇന്ററോഗേറ്റീവ്, ഇമ്പരേറ്റീവ്, എക്സ്ക്ലമേറ്ററി, അസർട്ടീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഉണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? ആൻസർ പറ. മൈ നെയിം ഈസ് രഞ്ജിത്ത്. വേർ ആർ യു ഗോയിങ്? I am going to market. Why are you late? I am late because the bus was late. ഇങ്ങനൊക്കെ നമ്മൾ ആൻസർ പറഞ്ഞു പഠിക്കും. ഇതല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ആൻസർ ആയിട്ട് പറയണം. അതെങ്ങനെയാണ്?
നിങ്ങൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ കേട്ടോളൂ, ഞാൻ അതാ പഠിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇന്ന് തരുന്ന അസൈൻമെന്റും അത് തന്നെ. എസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിക്കാം. എ ക്വസ്റ്റ്യൻ വിച്ച് ബിഗിൻസ് വിത്ത് an auxiliary verb and ends with question mark is called yes or no question. Auxiliary verb is am, are, was, were, do, does, did, has, have, had, can, could, will, would, shall, should, may, might, must, ought, dare, need, used to. കേട്ടോണം. Can വേണ്ട. Do you like ice cream? മീനിങ് നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ആൻസർ നമ്മൾ പറയും യെസ് ഓർ നോ. യെസ്, കൂടുതൽ ആൾക്കാർ യെസ് പറയും. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. അതാ ഞാൻ പറയാൻ പോകുന്നത്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇനി ആരെങ്കിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ പറയേണ്ട രീതി കേട്ടു. ഡു യു ലൈക്ക് ഐസ്ക്രീം? യെസ്, ഐ ലൈക്ക് ഇറ്റ്. നോ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ക്യാൻ യു സിംഗ് എ സോങ്? യെസ്, ഐ ക്യാൻ. No, I can't. നിനക്കൊരു പാട്ട് പാടാൻ കഴിയുമോ? Two ways you can answer confidently. Yes, I can sing a song. No, I can't sing a song because I am not a singer. കണ്ടോ? Do you like ice cream? Yes, I like it. No, I don't. Can you sing a song? Yes, I can. No, I can't. Are you a teacher? Are you a teacher? Yes, I am. No, I am not. No, I am not a teacher. Have you visited Taj Mahal? ശ്രദ്ധിച്ചോണേ. Have you visited Taj Mahal? Two ways. Yes, I have visited. No, I haven't. No, I haven't. Will you marry me? Two ways. കേട്ടോണം. Yes, I will. നാളെ ആരെങ്കിലും ചോദിക്കും, പറഞ്ഞോളൂ. Yes, I will. No, I won't. No, I won't. Look. May I come in? Yes or no question? May I come in? Yes, you may. Yes, you may. Yes or no question ആൻസർ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Do you like ice cream? Yes, I do. No, I don't. Can you sing a song? Yes, I can. No, I can't. Have you visited Taj Mahal? Yes, I have. No, I haven't. Will you marry me? Yes, I will. No, I won't. May I come in? Yes, you may. Yes, you may. അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും റെസ്പോണ്ട് ചെയ്യാറുള്ളത്. Okay, is it a pen? Yes, it is. No, it isn't. Was he present yesterday? അവൻ ഇന്നലെ പ്രസന്റ് ആയിരുന്നു. Yes, he was. No, he wasn't. Okay, ഇങ്ങനെ നമ്മൾ ആൻസർ ചെയ്ത് പഠിക്കണം. 24 ഓക്സിലറി വെർബ് ഉണ്ട്. 24 ഓക്സിലറി വെർബ് വെച്ച് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഞാൻ ഇന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നാണ് ഒരു ക്ലാസ് ആണ് ഞാൻ എടുത്തത്. അപ്പൊ ഒരുപാട് സമയം അതിക്രമിച്ചത് കൊണ്ട് ഇനിയും നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം. നാളെ പറയുന്ന സമയത്ത് ഈ അസൈൻമെന്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അസൈൻമെന്റ് ഇതാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. 2 ways you can answer. അത് എഴുതുക. ഒരു 100 ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ അത് പഠിക്കുക. യുവർ ലാംഗ്വേജ് വിൽ സർട്ടൻലി ബി ഇംപ്രൂവ്ഡ്. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയിക്കോളും, ഒരു സംശയമില്ല. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇതുപോലെ നിങ്ങൾക്ക് പഠിച്ചെടുക്കുക. അടുത്ത ദിവസം പുതിയ ടിപ്സുമായിട്ട് വരും. അപ്പൊ അസൈൻമെന്റ് എന്തുവാ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇടണം. ക്യാൻ യു സിംഗ് എ സോങ്? യെസ് ഐ ക്യാൻ. നോ ഐ കാൻ സിംഗ് എ സോങ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2 ആൻസർ. അങ്ങനെ 100 ക്വസ്റ്റ്യൻ. എത്ര ആൻസർ വരും? 200 ആൻസർ വരും. യുവർ ലാംഗ്വേജ് വിൽ സർട്ടൻലി ബി ഇംപ്രൂവ്ഡ്. You must be a master in this language. You can speak this language. Are you ready to speak this language? Say yes or no. Yes, I am ready to speak this language. ഒരിക്കലും നോ പറയരുത്. Then only you can challenge the world. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പറ്റൂ. പലരും നിരാശപ്പെടുത്തും. ഇംഗ്ലീഷ് വേണ്ട എന്ന് പറയും. കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ പറയും, നമ്മൾ മലയാളം മീഡിയമാണ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻ പുറത്ത് വളർന്നവരാണ്, നമ്മൾ കേരളത്തിൽ ജീവിക്കാൻ പോകുന്നവരാണ്, നമുക്ക് ഇംഗ്ലീഷ് വേണ്ട. മണ്ടത്തരമാണ്. എവിടെ പോയാലും ഇംഗ്ലീഷ് വേണം. അതുണ്ടെങ്കിൽ ഒരു വെയിറ്റ് തന്നെയാണ്. സോ ഇതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, ഇതൊരു വേൾഡ് ലാംഗ്വേജ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളെ അത് എവിടെങ്കിലും എത്താൻ, ജീവിതത്തിൽ എവിടെങ്കിലും എത്താൻ സഹായിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഒരു കാര്യം പറയാം, ഒരു ലാംഗ്വേജ് അറിയാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എഴുതാനോ അത് വായിക്കാനോ അറിഞ്ഞാൽ മാത്രം പോരാ. ഒരു ലാംഗ്വേജ് നമുക്കറിയണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണമെങ്കിൽ ആ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയണം. സത്യം പറഞ്ഞാൽ നമുക്ക് മലയാളം, നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയൂ, കാരണം നിങ്ങൾ മലയാളം സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറയാം. സോ ആർ യു റെഡി ടു സ്പീക്ക് ദിസ് ലാംഗ്വേജ്?
Say yes or no? Yes, I am. Okay? സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗ്രാമർ ക്ലാസ്, ഇന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. വീണ്ടും ഗ്രാമർ ക്ലാസ്സും കമ്മ്യൂണിക്കേറ്റീവ് ടിപ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ നല്ല റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച്. എല്ലാവർക്കും നല്ല കമന്റ്സ് ആണ്. കഴിഞ്ഞ ദിവസമുള്ള നിങ്ങളുടെ കമന്റ്സുകളെല്ലാം എനിക്ക് കിട്ടിയതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കമന്റ്സിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് തരുന്ന മനോഹരമായ ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. പഠനം തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ഫ്രം രഞ്ജിത്ത്. താങ്ക് യു.